ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും ചായ കുടിച്ചോ? ഞാനിതാ ചായ കുടിക്കാൻ ഉള്ളത് റെഡിയാക്കാൻ പോകണം. ഇതാ ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ അപ്പമാണ് കേട്ടോ. അമ്പലത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ കൂടി ഉണ്ടാക്കിയതാ. കിണ്ണത്തപ്പം ശർക്കരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതായിരുന്നു. ഇതാത് ബാക്കിയുണ്ട്. അപ്പോൾ ഞാനത് ചൂടാക്കിയിട്ട് കഴിക്കാൻ വെച്ച്. വേറെ ഒന്നും ഉണ്ടാക്കണ്ട, ഇത് മതി. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് കണ്ടോ, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് അങ്ങനെ സൂപ്പറായി, സാധനം സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഏട്ടനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കി വന്നപ്പോൾ പിന്നെ ഞാനത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി കഴിക്കുക, വെറുതെ നാശാക്കി കളയണ്ടല്ലോ. പിന്നെ ഇവിടെ ഞങ്ങൾ ഇതില്ലേ ഉലുവ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. രാത്രി ഒരു ദിവസം മുന്നേ ഇട്ട് വെച്ചിട്ട് അത് നമ്മളിങ്ങനെ ഇതാ മുള വരുത്തിയിട്ട് കഴിക്കാറുണ്ട്. അത് കഴിക്കട്ടെ കേട്ടോ. അത് ഏട്ടൻ ഇതായിട്ട് കഴിക്കുന്ന. അപ്പം അങ്ങനെ ശേഷം അങ്ങനെ ഉലുവ വെള്ളത്തിലിട്ടിട്ട് അത് തുണിയിൽ ഊറ്റിയിട്ട് അവിടെ മൂടി വെക്കും. അത് രാവിലെ ആകുമ്പോഴത്തേക്കും അതൊന്ന് മുള വന്നിട്ടുണ്ടാവും. അതെടുത്ത് തിന്ന് അവിടുത്തെ ചൂടിൻ്റെ ഇതിൽ അങ്ങനെയൊക്കെ തിന്നാലേ ശരിയാവുള്ളൂ. അപ്പം അത് തിന്നട്ടോ കേട്ടോ. അത് തിന്ന് ലേശം വെള്ളം കുടിച്ചാൽ കുറച്ചൊരു ഇതുണ്ടാവും, തണുപ്പ് കിട്ടും, നമ്മുടെ ശരീരത്തിലേക്ക് തണുപ്പ് കിട്ടും. പിന്നെ ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതാക്കാനും ഈ ഉലുവ പുതർത്തിയത് കഴിക്കുന്നത് നല്ലതാണ് ഇവിടെ. അപ്പം അങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഇവിടെ അഴകർകോവിൽ പോയതായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ വീഡിയോ എടുത്തിട്ട് അത് ക്യാപ്ഷൻ ഇട്ടിട്ട് ഇങ്ങനെ ഇടണം വിചാരിച്ച് അത് നെറ്റ് നോക്കിയിട്ട് ഒന്നും ശരിയാ വർക്ക് ചെയ്യുന്നില്ല. അതെവിടെയോ ഒന്ന് ബ്ലോക്കായി നിൽക്കുകയാണ്. പിന്നെ ഒന്നാമത് എനിക്കത് ശരിക്കും അങ്ങനെ ട്രൈ ചെയ്ത് ശരിയാക്കിയിട്ട് ഇടാനായിട്ട് അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കി, അപ്പോൾ ഒന്നും ശരിയാവുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ പറയാൻ പറ്റാഞ്ഞത്. ഇന്നലെ രാവിലെ പോയി അഴകർകോവിൽ പോയി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് വീണ്ടും വേറൊരു സ്ഥലത്തേക്ക്, അതാണ് ആ യാത്ര പോകുന്ന വണ്ടിയിൽ പോകുന്നതിൻ്റെ അതൊക്കെ എടുത്തില്ലായിരുന്നു അത്. അപ്പോൾ അവിടെയൊക്കെ പോയി തൊഴുത് നല്ല അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. എന്താ നല്ല നല്ല മാറ്റങ്ങൾ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, എനിക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താ പറയുക, അപ്പോൾ ഇന്നലെ കേക്ക് വാങ്ങിയിട്ട് കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയപ്പോൾ ഏട്ടൻ തീരെ സമ്മതിച്ചില്ല. വേണ്ട, കേക്കൊന്നും വേണ്ട, ചെറിയ കുട്ടിയായിട്ടാണോ ഞാൻ, അതിനെക്കൊണ്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ കേക്കിൻ്റെ അത് ഉപേക്ഷിച്ച് അങ്ങനെ യാത്ര പോകാൻ പറ്റില്ല. ഞങ്ങൾ വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചു പോരുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴച്ചാറിലൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. എന്താ സൂക്കടം ഇതൊന്നും അറിയില്ല. മഴച്ചാറിൽ കൊണ്ടപ്പോൾ കുറച്ച് മാറി നിന്നിക്കിന്. പിന്നെ അങ്ങനെ കുറേശ്ശെ നിർത്തിയിട്ട് ഞങ്ങളുടെ വീട്ടിലെത്തി. അപ്പം അതൊക്കെ ഓരോ ഘട്ടമായിട്ട് ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ട് ഇടണം എന്നുള്ളത് വിചാരിച്ചിട്ട് അതിൻ്റെ ഇത് ഇടണം വിചാരിച്ച് നോക്കുമ്പോൾ ഒന്നും ശരിയാക്കിയിരുന്നില്ല. എനിക്കൊന്നും കൂടി പഠിക്കാണ്ട് ഗെയ്സ്, ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇല്ലത് അറിയാത്തത് അറിയില്ല എന്നുള്ളത് പറയാനുള്ളൊരു മനക്കരുത്ത് എനിക്കുണ്ട്. അതിനൊക്കെയുണ്ട്. എനിക്കറിയാത്തത് ഞാൻ എന്താ ചെയ്യുക, ഞാൻ എന്നിട്ട് ശ്രമിച്ചു നോക്കിയിട്ടോ. പിന്നെ ഓരോ ആൾക്കാർ കാണിച്ചു തന്ന അതുപോലെ അങ്ങനെ ചെയ്യാനുള്ളത് നോക്കുമ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ പറഞ്ഞാൽ ആ സംഗതി ഉണ്ടല്ലോ, അത് നിൽക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു കറുപ്പ്
സ്ക്രീനായിട്ട് വന്ന് നിൽക്കുക. അപ്പം അത് ശരിയാവുന്നേ ഇല്ല. പിന്നെ അവിടെ പോയപ്പോൾ ആ അമ്പലത്തിൻ്റെ അടുത്ത് ആ വഴിയിൽ നിൽക്കുമ്പോൾ ആ മരച്ചോട്ടിലൊക്കെ മരത്തിൻ്റെ മുകളിൽ എത്രയോ വവ്വാൽ തൂങ്ങി കിടക്കുന്നത്. അതൊക്കെ ഒരു അതിശയം പോലെ കണ്ടപ്പോഴാണ് അതൊക്കെ ഇട്ടത് കേട്ടോ. ഇനിയിപ്പോൾ അല്ല അയ്യോ ഇതെന്താ ഇവർ ഇതൊക്കെ ഇട്ടിക്കണമെന്നല്ല അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ അത് എനിക്ക് എൻ്റെ കണ്ണിൽ ഞാൻ രണ്ടോ മൂന്ന് പ്രാവശ്യമായി ഇപ്പോൾ അവിടെ പോകുന്നത്. ഞങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ലീവ് കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ പോകലുണ്ട്. അപ്പോൾ ഇന്നലെ പിന്നെ ഏട്ടൻ്റെ ബർത്ത്ഡേനെ കൊണ്ട് ഞാൻ തന്നെ പറഞ്ഞത് ഏട്ടാ ലീവല്ലേ, അല്ലാത്ത ദിവസത്തെ അല്ലാത്ത കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവർക്ക് ലീവില്ലായിരുന്നു, പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ലീവല്ലേ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ പോകാനുള്ള തീരുമാനം എടുത്തത്. അപ്പോൾ പോയപ്പോൾ അങ്ങനത്തെ ഓരോ കാഴ്ചകൾ കണ്ടപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് ഇട്ട് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ എല്ലാ ഇതും ആയിട്ട് വീഡിയോ ഒറ്റയടിക്ക് തന്നെ ഇടാനുള്ളത് കഴിയുന്നില്ല എനിക്ക്. അതിനെ കൊണ്ടാണ് പറ്റാത്തത് എനിക്ക് പറയണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ നല്ലവരായ പ്രേക്ഷകരൊക്കെ എൻ്റെ വീഡിയോ ഇന്നലെ ഇട്ടതല്ല മിനിഞ്ഞാന്ന് ഇട്ട വീഡിയോ നല്ലോണം എല്ലാവരും കണ്ടിട്ട്, നല്ലോണം എല്ലാം 100 ആൾക്കാർ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ നന്ദി. എല്ലാവർക്കും ഇനിയും എൻ്റെ വീഡിയോ കാണാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിൽ നിന്നൊരു പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക വല്ലാത്തൊരു ഇത് എല്ലാവരും തുടങ്ങിയിട്ടുണ്ടല്ലോ, പിന്നെന്താ എനിക്കും തുടങ്ങിയാൽ എന്നുള്ള തോന്നുന്നു. എല്ലാം ശരിയാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് 3 മാസമായി ഞാൻ തുടങ്ങിയിട്ട്. അറിയില്ല എന്തായി തീരുന്നുള്ളത്. പൈസ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്നൊക്കെ പറയണായിട്ട് ആർക്കറിയാം കിട്ടുമോ കിട്ടില്ല എന്നുള്ള നോക്കാം അല്ലേ. ശ്രമിച്ചുകൊണ്ടേയിരിക്കാം, ലക്ഷ്യത്തിലെത്തുന്നവരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. അതാണ് പോളിസി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.